മിനിസ്റ്റർ അകത്തുണ്ടോ? യെസ് സർ. ഇരിക്കൂ. താങ്ക്സ്. എന്തായി, വിവരം വല്ലതും കിട്ടിയോ? പോലീസ് അവന്റെ പിന്നാലെ തന്നെയുണ്ട്. രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രസിഡന്റ് ദയാഹർജി തള്ളി ഒരു പ്രതി ചാടിപ്പോവുകയെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരെ ചോദ്യം ഉണ്ടാകും. ഈ സ്ട്രഗിളിൽ അയാൾ രക്ഷപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല. പ്രതി ഒരു രാഷ്ട്രീയ തടവുകാരനാണെന്ന് ഓർമ്മയിരിക്കട്ടെ. അമ്മയും കുട്ടിയും കാണണമെന്നായിരുന്നു അവന്റെ അന്ത്യാഭിലാഷം. അത് കോടതി അനുവദിച്ചതാണ്. അതിനുവേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് അവൻ രക്ഷപ്പെട്ടത്. ഈ കാര്യത്തിൽ ജയിൽ ഐജിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവില്ല. അവർ പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്തതാണ്. നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നാണ് അവൻ രക്ഷപ്പെട്ടത്. ഇനി ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും അത് സ്വയം ഏറ്റെടുത്തോളണം. സാർ. നിൽക്കൂ. വെളിയിലുള്ള പത്രക്കാരോട് വീരവാദങ്ങളൊന്നും വേണ്ട. സാർ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആരാ? അരവിന്ദനോ? അരവിന്ദ, നീ? പോലീസ്? എല്ലാം ഞാൻ പറയാം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അരവിന്ദ, പോലീസ് എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നെ രക്ഷിക്കണം. എനിക്ക് അഭയം തരണം. അത് ഞാനിപ്പോ പ്രസ്ഥാനത്തിലില്ല, ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. അങ്ങനെ പറയരുത്. എനിക്കിനി ഓടാൻ വയ്യ. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അരവിന്ദ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ കുഴപ്പത്തിലാക്കരുത്. പോലീസ് ഇവിടെയും വരും. നീയും രക്ഷപ്പെടില്ല. ഇതാ അങ്ങോട്ട് പോയാ കാടാ. രക്ഷപ്പെടാം. എനിക്ക് വയ്യ. പോലീസിന്റെ കൈ കിട്ടിയ ഞാൻ തൂക്കുമരം വരെ എത്തുകയില്ല. അവരെന്നെ കൊന്ന കാട്ടിലെറിയും. അരവിന്ദ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ പോകുന്നോ അതോ ഞാൻ പോലീസിന് ഫോൺ ചെയ്യണോ? അതാണ് വിപ്ലവം. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയാൻ നിൽക്കാതെ ചെഗുവരെ തന്റെ തോക്കുമെടുത്ത് മോചനമില്ലാതെ കിടന്ന മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. അവിടെ നിന്നൊരിക്കൽ ചെഗുവരെ കാസ്ട്രോയ്ക്ക് എഴുതി, കുഞ്ഞെ, മാനം മര്യാദയ്ക്കും ദൈവഭയത്തിനും ജീവിക്കുന്ന ഒരു വീടാണിത്. എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കരുത്. വേണ്ട. ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ പോലെയുള്ളവരുടെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ. ശേഷി എവിടെ ഉണ്ട്? കോട്ടമലയിൽ എവിടെയോ ഏതോ ആദിവാസി ക്യാമ്പിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. പോലീസ് ഇവിടെ വരും. ചിലപ്പോ പണം തരും. അത് വാങ്ങിയിട്ട് എന്നെ ഒറ്റരുത്. കേസൊന്നുമില്ലേലും പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പഴയ തീസീസും തിയറിയും ഒന്നും പാഴായി പോവില്ല. ബൂർഷ്വാ പത്രത്തിൽ ലേഖനം എഴുതാം, ഓർമ്മക്കുറിപ്പുകൾ എഴുതാം. പെറ്റി ബൂർഷ്വകൾ കക്കൂസിലിരുന്ന് വിപ്ലവം വായിച്ച് രസിക്കട്ടെ.
കുട്ടി കൈയോട്ട് വിളിച്ചോളൂ. വരില്ല, എന്തോ എങ്ങോ പിഴച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, അന്നേ. സാവിത്രിക്കുട്ടി, തൊഴിലെല്ലാം കഴിഞ്ഞ് അമ്മയും കൂട്ടി വീട്ടിലേക്ക് വെക്കുള്ളൂ. എനിക്ക് അത്യാവശ്യമായി 4-5 വരെ കാണാനുണ്ട്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അവിടം വിട്ടാൽ ആദിവാസി കേന്ദ്രം, അല്ലാതവൻ എവിടെ പോവാനാ? അതെ, അവരൊക്കെ അവന്റെ പഴയ ആൾക്കാരാ. ഏയ്, നാട്ടിലേക്ക് വന്നിട്ടില്ല. വന്നാ ഞാൻ അറിയും. ആ, ഞാനും കുറച്ചുപേരെ വിടുന്നുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ ലാഭം സർക്കാർ തന്നെയാ. തൂക്കുകയർ ലാഭം. അതെ. എന്തോ അരവിന്ദൻ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. പോലീസിനെ പറ്റി പേടിക്കണ്ട. SP ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അവനെ മലയടിവാരത്തിൽ എവിടെയെങ്കിലും കാണും. ആൾക്കാരെ വേണമെങ്കിൽ ഇനിയും കൂട്ടിക്കോ. ശരി. ചിലവിനെ പറ്റി നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടണ്ട. എന്ത് ചെലവ് വന്നാലും ഞാനത് ചെയ്യും. അപ്പൊ പറഞ്ഞ പോലെ. ശരി മുതലാളി. എന്നാ ചെല്ല്. അമ്മവാ, ഞാൻ നാളെ പോവും. എന്താ നിനക്ക് എത്ര തിടുക്കം? 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ? ഇല്ല, അതാ 2 പേര് ആനുവൽ ലീവാ. ഒരാള് ഫോറിനിൽ പോയി. അതുമല്ല, കാഷ്വാലിറ്റിയുടെ ചാർജ് ഇപ്പൊ എനിക്കാ. അവിടെയാണേൽ 2-3 ഹൗസ് സർജൻസേ ഉള്ളൂ. പിന്നെ നാളെ ക്ലാസ്സും എടുക്കണം. അമ്മവാ, ആ പോയതൊക്കെ ആരാ? ആ, നീ പത്രത്തിൽ വായിച്ചില്ലേ? അരവിന്ദൻ. അവൻ ജയിലിയാടി. നാട്ടിൽ ഇവിടെ ഉണ്ട്. കണ്ടാൽ കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞു. ശവൻ ഞാൻ പാർട്ടിക്ക് സംഭാവന ചെയ്യും. വേണമെങ്കിൽ 10,000 രൂപയും കൊടുത്തേക്കാം. രക്തസാക്ഷി ഉണ്ടോ മണിയട്ടെ? ദൈവം ഉണ്ടടി കൊച്ചേ. 5 വർഷം മുമ്പ് ഇതേ ദിവസമാ ഈ മുറ്റത്ത് വെച്ച് അവൻ നിന്റെ അച്ഛനെ കൊന്നത്. ഇന്ന് അവന്റെ ശവം ഞാൻ ഈ മുറ്റത്ത് കിടത്തും.
അയ്യാ 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 കൃഷ്ണ ഗുരുവായൂരപ്പ. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവ ച. എന്ന് വെച്ചാൽ ശരീരം രഥമാണ്. நம்ம மாரியம்மன் ரதம் தானே? ഉം. ഉം. ആ രഥത്തിലെ സഞ്ചാരിയാണ് ആത്മാവ്. நம்ம மாரியம்மனும் அப்படியே தான். அவரும் ரதத்துல தான் வருது. നീ വാ മൂടി ചുമ്മാരടാ. ഇത് മാരിയമ്മൻ കഥയല്ല, കഠോപനിഷത്തിലെ ശ്ലോകമാണ്. ஓ அப்படியா? ശരീരമാകുന്ന രഥത്തെ നേർവഴിയിൽ നയിക്കേണ്ട സാരഥിയാണ് സ്വാമി അരവിന്ദൻ സാർ. അരവിന്ദൻ. ശശി എവിടെ പൊന്നി? ഇപ്പൊ വരുവാങ്ക. പോലീസുകാരന്റെ പിന്നാലെ ഉണ്ട്. ഏത് നിമിഷവും അവരിവിടെ വരും. എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം. ഭയപ്പെടാതീങ്ക, എല്ലാം சரியா പോയിടും. നമ്മുടെ തോമാച്ചനൊക്കെ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി പൊന്നി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനിപ്പോ പ്രസ്ഥാനം വേണ്ട, എന്നെ വേണ്ട. അഭയം ചോദിച്ചു എന്നപ്പോ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. തോമാച്ചനെ കുറ്റം പറയാൻ പറ്റില്ല രവിന്ദ. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ നിൽക്കാതെ ചെഗുവേര തന്റെ തോക്കുമെടുത്ത് മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. നമുക്കൊരുപാട് തെറ്റുകൾ പറ്റി. തിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ. നമുക്കെന്ന് പറഞ്ഞാ എനിക്ക് തെറ്റ് പറ്റിയല്ലേ? ഒന്നും അറിയാതിരുന്ന എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളൊക്കെ കൂടെയാ. ഞാനൊരു അപകടത്തിലായപ്പോ എന്നെ രക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കില്ലേ? എക്സൈറ്റഡ് ആവാതെ. ഭൗതിക ജീവിതം, അത് നന്നാക്കാനുള്ള ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും ഒക്കെ മിഥ്യയാണ്, മായ. എനിക്കെല്ലാം മനസ്സിലായത് വളരെ വൈകിയാണ്. താൻ വൈകിട്ടില്ല. അടിസ്ഥാന വർഗത്തെ രക്ഷിക്കാൻ താൻ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ. തനിക്ക് തൂക്കുമരം വധിച്ചിട്ടില്ലല്ലോ. എനിക്കിത് രണ്ടുമുണ്ട്. തന്നെ പോലെയുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിപ്ലവം വരുന്നത് കാണാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. ജ്ഞാനോദയം കിട്ടിയല്ലോ. പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അല്ലെങ്കിൽ ഞാൻ പറയാം.